ഇത് മോഹിന്ദർ നഗർ എന്ന് പറയുന്ന അടക്ക ഇനത്തിൻ്റെ ഒരു തൈയാണ്. മോഹിന്ദർ നഗർ, ഇൻഡർസെമകള എന്നീ പുതിയ പുതിയ കുള്ളൻ ഇനങ്ങൾ എല്ലാം കർഷകർ ഇന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടക്കയുടെ വില ഗണ്യമായി കൂടിയതുകൊണ്ട് കുള്ളൻ ഇനങ്ങളിലേക്ക് കർഷകർ തിരിയുന്നു. കൂടുതൽ കൃഷി കവുങ്ങ് കൃഷി ഇന്ന് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കൃഷിയിൽ പല വെല്ലുവിളികളും കർഷകർക്ക് നേരിടേണ്ടതായി വരുന്നുണ്ട്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇത് ചെടികൾ. ഈ തൈ കൃഷിയിടത്തിൽ വെച്ച് അധികം കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇല കരിഞ്ഞ് മുകളിൽ നിന്ന് കരിഞ്ഞ് ഉണങ്ങി വരുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഇലകൾ കംപ്ലീറ്റ് ഒരു ക്ലോറോസിസ്, അതായത് ഇതിൻ്റെ നാരുകളിലെല്ലാം കരിഞ്ഞ് വരുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു. ഈ രോഗത്തിനെതിരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ഈ മണ്ണിലുള്ള അമ്ലതയാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള ഹേതു. ഇതുപോലെ കാണുന്നതിൻ്റെ മുഖ്യമായിട്ടുള്ള ഹേതു. ഇതിന് ഈ നമ്മൾ തൈകൾ നടുമ്പോൾ തന്നെ ഏകദേശം ഒരു 200 തൊട്ട് 250 ഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന നീറ്റുകക്ക, ഡോളോമൈറ്റ് മുതലായ കുമ്മായ വസ്തുക്കൾ നിങ്ങൾ ഈ ഒരു കുഴിയിലിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ആഴ്ച കഴിഞ്ഞ് നമുക്ക് ഈ തൈകൾ അതിൽ നടാം. ആവശ്യത്തിന് ഒരു 10 കിലോഗ്രാം ജൈവവളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കണം. കൂടാതെ 25 ഗ്രാം സ്യൂഡോമോണാസും 25 ഗ്രാം ട്രൈക്കോഡെർമയും കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആ മിശ്രിതത്തിൽ വേണം നമ്മൾ ഈ തൈകൾ വയ്ക്കാൻ. അപ്പോൾ ഈ തൈകൾക്ക് നല്ല ഗ്രോത്ത് കിട്ടും, ഇലകൾക്ക് നല്ല പച്ച നിറം കാണും. ഇനിയും ഇതുപോലെയുള്ള ഇലകളിൽ കരിച്ചിൽ കാണുകയാണെങ്കിൽ നമുക്ക് പ്രയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു കുമിൾനാശിനിയാണ് ഇൻഡോഫിൽ സെറ്റ് 78 എന്ന കുമിൾനാശിനി. സെറ്റ് 78 ഇത് ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ സമർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കുമിൾനാശിനിയുണ്ട്, കോണ്ടാഫും പൊട്ടാസ്യം ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുള്ള കുമിൾനാശിനിയുണ്ട്. അത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളുടെ കടക്കിൽ ഒഴിച്ചു ഈ ചെടികളുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ എഫക്റ്റീവാണ്, സമർത്ത് പ്രത്യേകിച്ചും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഈ ഇലകളിൽ ഈ കേട് കാണില്ല. ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യും. അതുപോലെ കൂമ്പിലും സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കൂമ്പ് ചീയൽ രോഗത്തിന് ഒരു പരിധി വരെ ഇതിനെ തടുത്തു നിർത്താൻ ഈ സമർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നിന് സാധിക്കും. ഇത് ധാരാളം കർഷകർ ഇതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു കുമിൾനാശിനിയാണ്.